മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ മുമ്പിലേക്ക് കിടക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവന് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത് അതത്ര ചെറിയ തുകയാണെങ്കിൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയച്ചു നൽകണം. പെയിന്റിംഗ് തൊഴിലാളിയായ അജിൻ കാക്കനാട് ഒരു ഗോഡൌൺ പെയിന്റ് ചെയ്യുന്നതിനിടയിലാണ് മുകളിൽ നിന്ന് കാല് തെറ്റി വീണ് വളരെ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുന്നത്. തലയോട്ടി തകർന്ന് തലച്ചോറിലെ ആന്തരിക രക്തസ്രാവം സംഭവിച്ച് മുഖത്ത് അസ്ഥികൾ പൊട്ടി കണ്ണുകൾക്കെല്ലാം ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിൽ ചികിത്സയിലാണ്. ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച പോലെ പറയണത് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തന്നെ, വേറെ ആരുമില്ല. ഞങ്ങൾക്ക് കിടപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ മോനെ ജീവൻ രക്ഷിച്ച് ഞങ്ങൾക്ക് തന്നെ. എല്ലാവരുടെ സഹകരണം കൊണ്ടൊക്കെ ഇത്ര വരെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ കിടക്കണേ. ഇനി അതിൽ നിന്ന് എല്ലാവരും കൂടി രക്ഷപ്പെടുത്തി തന്നെ ഒന്ന് ഞാൻ അപേക്ഷിക്കുന്നതാണ് എല്ലാവരോടും. അസ്സലാമലൈക്കും. വളരെ നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സഹായമാണ് നിങ്ങളോടൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വീഡിയോയിൽ കണ്ട അജിൻ എന്ന് പറയുന്ന 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ 24-ാം തീയതി കാക്കനാട് അദ്ദേഹത്തിന്റെ തൊഴിലായ പെയിന്റിംഗ് ചെയ്യുന്നതിനിടയിൽ ഗോഡൌണിന്റെ മുകളിൽ നിന്ന് നിലതെറ്റി താഴെ വീഴുകയും തലയോട്ടി തകർന്ന് മുഖത്തെല്ലുകള് പൊട്ടി തലച്ചോറിൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോ ആസ്റ്റർ മെഡ്സിറ്റിയുടെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇനി അജിന്റെ തലയോട്ടി തകർന്നത് എടുത്ത് മാറ്റി വെച്ചൊരവസ്ഥയിലാണ്. അത് തിരിച്ചു വെക്കുന്ന ഒരു സർജറി ഇനി ബാക്കിയാണ്. മുഖത്തും കണ്ണിനും ഉൾപ്പെടെ ഇനിയും ഒരുപാട് കാലത്തെ ചികിത്സ നൽകിയാൽ മാത്രമേ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് പഴയ പോലെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. എറണാകുളം ജില്ലയിലെ മുളവാട് പഞ്ചായത്തിലെ വലിയോർമ്മ കോളനിയിലാണ് അജിനും കുടുംബവും താമസിക്കുന്നത്. നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് അജിനു വേണ്ട ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ശ്രീ ബാലമുരുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ എല്ലാ ആഘോഷങ്ങളും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഉത്സവാഘോഷ കമ്മിറ്റിയും നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ആ ഉത്സവത്തിന്റെ വരുമാനം പോലും അജിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നൽകാനുള്ള വലിയൊരു തീരുമാനം, മഹത്തായ തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആ നാട് മുഴുവൻ കൈകോർക്കുകയാണ്. ഈ നാടിനോടൊപ്പം ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അജിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ എല്ലാവരും കഴിയാവുന്ന സഹായങ്ങൾ നൽകി കൂടി ഉണ്ടാകണം. എൻ്റെ മുളവാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് അഖിലൻ ലോപ്പസ്. ഈ നാട്ടിലെ ഒരു മകന് കെട്ടിടത്തിൽ പണിക്ക് പോയിരുന്ന സമയത്ത് അവിടെ നിന്ന് വീഴ്ചയിൽ ഗുരുതരമായ പരിക്കുകളോടെ ആസ്റ്റർ മെഡ്സിറ്റിയിൽ ചികിത്സയിലാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ മകനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ മകനെ തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് മുളവുകാട്. എൻ്റെ ഒരു അക്ബർ എന്നാണ്. ഈ ഒരു പയ്യനെ, ഈ ഒരു അഖിലിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാ സഹായവും തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മുളവുകാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പറാണ് ഞാൻ, സ്മിത മധു. എൻ്റെ വാർഡിലെ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം, എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിൽക്കണം, ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് യതി എന്നാണ്. ഞാൻ അജിന്റെ കൂട്ടുകാരനാണ്. ചെറുപ്പം മുതൽ നടക്കുന്ന ഞങ്ങളുടെ ഒരു കളിക്കൂട്ടുകാരനാണ്. ഈ അവസ്ഥയിൽ അവനെ കാണുന്നു. ഈ അവസ്ഥയിൽ വന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അജിൻ ജോഷിയെ തിരിച്ച് പഴയതുപോലെ ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ നാടിൻ്റെയും നാട്ടുകാരൻ്റെയും ആവശ്യമാണ്. അതിന് നിങ്ങളുടെ കഴിയാവുന്ന സഹായങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന ആക്രിവിറക്കിയും പേപ്പർ വെയിറ്റും ചിരട്ട ശേഖരിച്ചൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ കുറേ തുക കണ്ടെത്തിയത്. ഇനിയും നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. അജിനെ എങ്ങനെയെങ്കിലും നമുക്ക് ഇത്രയും ഭയമായ തുക സംഘടിപ്പിക്കുന്നതിൽ എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുളവാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ മുൻ CDS ചെയർപേഴ്സണായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉൾക്കൊണ്ട് നല്ലൊരു ഫണ്ട് രൂപീകരിച്ച് അവരെ നല്ല രീതിയിലോട്ട് കൊണ്ടുവന്ന് നമ്മളിൽ ഒരാളായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന സുമനസുകൾ ഈ ആ
അജിൻ ജോഷിക്ക് വേണ്ടി എന്ന മോനുവിന് വേണ്ടി ഒരു സമാഹരണം നടത്തി അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുവാനും നമ്മളോടൊപ്പം നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഇനിയും ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ അജിൻ ജോഷിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിക്കുമെന്നും ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ നാട് ഒരുങ്ങിക്കഴിഞ്ഞു ഇത്രയും പറഞ്ഞു. നമ്മുടെ അനിയൻ അജിൻ മോനു എന്ന് നിൽക്കുന്ന എൻ്റെ കൂടെ ഈ ജോലിക്കൊക്കെ വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും അവന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി പരമാവധി സഹായിക്കും. നല്ലൊരു പാവപ്പെട്ട ഒരു ചെക്കനാണ് അവൻ. ഞങ്ങളാണ് ഉത്സവ കമ്മിറ്റിക്കാരായിട്ട് നിർണയിച്ച കമ്മിറ്റിക്കാർ. ഒരുപാട് സങ്കടമുണ്ട് ഞങ്ങൾക്ക് അവനിങ്ങനെ നടക്കണേല്. അവനെ എത്രയും വേഗം എല്ലാവരും കൂടി രക്ഷിച്ച് ഞങ്ങൾക്ക് അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ വാക്കുന്നു.